ചെറുപുഴയിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘർഷം. 2 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 10:30 കാക്കയംചാൽ ടൗണിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേളയെ കാക്കയംചാൽ സെന്റ് സെബാസ്റ്റ്യൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷത്തിന്റെ പ്രതികാരമാണ് ഇതെന്ന് പ്രണവ് പറഞ്ഞു. ഇന്നലെ രാത്രി ഏകദേശം ഒരു 10 മണിയോടുകൂടി ഞാനും എൻ്റെ ഒരു 2 സുഹൃത്തുക്കളും കാക്കയഞ്ചാല് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ഒരു 3ഓളം മിഥിലാജ്, അനന്തു, പിന്നെ അങ്ങനെ ഒരു 3ഓളം ആൾക്കാർ വന്ന് കഴിഞ്ഞ ഈ മാസം 4-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ടിനോടനുബന്ധിച്ച് ഞങ്ങൾ സമാധാനപരമായി നടത്തിയൊരു പ്രകടനത്തിലേക്ക് ഒരു 2 വാഹനം കൊണ്ട് അതിലേക്ക് അതിക്രമിച്ച് കയറിയ ഒരു ചെറിയൊരു വാഗ്വാദം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ പെട്ടെന്ന് തന്നെ എൻ്റെ നേരേക്ക് ചാടിയെടുക്കുകയും പിന്നെ ഇരുമ്പിൻ്റെ റാഡുകൾ ഉപയോഗിച്ച് നിന്നെ കൊല്ലുമട എന്ന് പറഞ്ഞുകൊണ്ട് അഭിനവ് ഉൾപ്പെടെ അങ്ങനെ 3ഓളം പേർ പിന്നെ നിന്നെ കൊല്ലുമട എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു. തലക്കും കാലിനും ഉൾപ്പെടെ മർദ്ദിച്ചു. അവർ എന്തോ ഒരു നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ വളരെയധികം വയലൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു. 2-3 ആൾക്കാർ അവരെ പിടിച്ചു മാറ്റാൻ നാട്ടുകാരെ ഉൾപ്പെടെ ഓട്ടോ തൊഴിലാളികൾ ഉൾപ്പെടെ വന്നു. പക്ഷെ അവരെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് പിന്നെയും എന്നെ കൊല്ലുമട എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന ഈ എന്താണ് പറയേണ്ടത്, കൃത്യമായ ഒരു ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അക്രമത്തിൽ പരിക്കേറ്റ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗം നങ്ങാരത്ത് മിഥിരാജിനെ ചെറുപുഴ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്ന് മിഥിരാജ് പറഞ്ഞു. ഞാൻ ഹോമിലേക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് കാക്കച്ചാലിലെ കടയിലേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവിടെ കടയിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ സൈഡിൽ നിന്ന് ആൾക്കാരെന്തോ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി. കാരണം അത് സ്ത്രീകളൊക്കെ രാത്രിയും ബസ് ഇറങ്ങി പോകുന്നൊരു വഴിയാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവർ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പ്രണവിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കുറച്ച് കൂട്ടുകാർ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ അത് ചോദ്യം ചെയ്തായിരുന്നു. അപ്പോൾ പ്രണവ് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി വടി എടുത്തിട്ട് ആക്രമിക്കുകയായിരുന്നു. എൻ്റെ തലക്ക് നേരെയാണ് അടിച്ചത്. അപ്പോൾ അത് കൈവച്ച് തടഞ്ഞപ്പോഴാണ് ഈ കയ്യിൽ പൊട്ടലുണ്ടായി, എല്ല് പൊട്ടിയിട്ടുണ്ട്. വൈറ്റ് ലൈൻസിന്റെ പുതിയ ബ്രാഞ്ച് ഇനി ചെറുപുഴയിൽ. സ്കൂൾ ബാഗുകൾ, നോട്ട് ബുക്കുകൾ, കുടകൾ, സ്റ്റേഷനറി, സോപ്പുകൾ, ഫ്ലോർ ക്ലീനർ, ഹാൻഡ് വാഷ്, ബോഡി ലോഷൻ തുടങ്ങി എല്ലാ സാധനങ്ങളും ആകർഷകമായ വിലക്കുറവിൽ ലഭ്യമാണ്. എലി, ചിതൽ, ഉറുമ്പ് തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ ആവശ്യമായ മരുന്നുകൾ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ. മികച്ച ഗുണനിലവാരം കുറഞ്ഞ വിലയിൽ എന്ന പ്രത്യേകതയാണ് വൈറ്റ് ലൈൻസ് നൽകുന്നത്. വൈറ്റ് ലൈൻസ്, കമ്പിപ്പാലം റോഡ്, SBI ബാങ്കിന് എതിർവശം, ചെറുപുഴ.